ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ഫോർ ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് സ്കിൻ കെയർ ടിപ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ആദ്യം ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അത് വാങ്ങിച്ച് തേച്ചാൽ നമുക്ക് പണി കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ട കാര്യം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡ്രൈ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, പിന്നെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉണ്ട്, പിന്നെ നോർമൽ സ്കിൻ ഉണ്ട്. അതാണ് ഇപ്പം സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ അതിന് ചെയ്യുക. അതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെതൊരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ, എൻ്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കും, നമ്മുടെ ചീക്ക് വന്നിട്ട് ഭയങ്കര ഓയിലും ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണെന്ന്. അപ്പോൾ ഞാൻ ഈ ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷും പിന്നെ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീയുടെ ഫേസ് വാഷും. ഈ രണ്ട് ഫേസ് വാഷാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഫേസ് വാഷും നല്ലൊരു ഫേസ് വാഷാണ്. നമ്മൾ ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാനും നല്ലതാണ്. അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ടോണറാണ് ആവശ്യം. ഇപ്പം ആസ് എ ബിഗിനർ എന്ന നിലയിൽ നമുക്കിപ്പം ഒരു നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ടോണറിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ റോസ് വാട്ടർ ചൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഈ ഒരു ടോണറാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റൈസ് വാട്ടർ ആണ്, പ്ലസ് ഇതിൽ നിയാസിനമൈഡും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് പോൾസ് ഒക്കെ ടൈറ്റ് ആവാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടോണറാണ്. അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു നല്ലൊരു സെറം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ സെറം ചൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളൊരു ക്ലെൻസർ, മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, പിന്നെ ടോണർ നമുക്ക് വേണമെങ്കിൽ റൈസ് വാട്ടർ യൂസ് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ അത്. അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു സെറം ആണ് ആവശ്യം. ഞാനിവിടെ ഡെർമാക്കോയുടെ സാലിസിലിക് ആസിഡിൻ്റെ സെറം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള സെറമാണ്. എനിക്ക് കുറച്ച് ആക്നെ വന്നിട്ടുണ്ടായിരുന്ന ഇടയ്ക്ക്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു സാലിസിലിക് ആസിഡിൻ്റെ സെറം. പിന്നെ അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നിയാസിനമൈഡിൻ്റെ സെറവും അടിപൊളിയാണ്. അത് നമുക്ക് ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സെറമാണെന്ന് ഞാൻ പറയും. എനിക്ക് വർക്കായിട്ടുള്ളൊരു സെറമാണ്. അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും പറ്റുന്ന ഒരു വലിയൊരു തെറ്റാണ്, നമ്മളെ സ്കിന്ന് ഓയിലി അല്ലേ, അപ്പം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കുറച്ചും കൂടെ ഓയിലി ആക്കണമെന്നുള്ളത് നമ്മളത് ചിന്തിക്കാനേ പാടില്ല. വലിയൊരു തെറ്റാണത്. പക്ഷെ നമ്മൾ ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ. അത് നമ്മളെ സ്കിന്നിന് ടൈപ്പായിട്ടുള്ള ഏത് മോയ്സ്ചറൈസറാണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡീകൺസ്ട്രക്റ്റിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് വൺ നമ്മുടെ ഡോട്ട് ആൻഡ് ഗീയുടെ ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. സൺസ്ക്രീൻ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് സൺസ്ക്രീൻ. അത് മസ്റ്റ് ഹാവ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഞാൻ ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറയുന്നത് അതിൻ്റെ സമയം കാണുള്ളൂ. പക്ഷെ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുള്ള സൺസ്ക്രീൻ ഈ ഡോട്ട് ആൻഡ് ഗിയുടെ ഈ ഒരു സൺസ്ക്രീൻ, ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ, പിന്നെ ഡെർമാ ടച്ചിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ, ഇത് മൂന്നെണ്ണം റീസെൻ്റ്ലി യൂസ് ചെയ്ത് വരുന്നത്. ഈ ഒരു ഡോട്ട് ആൻഡ് ഗിയുടെ സൺസ്ക്രീൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനും യൂസ് ചെയ്യാം, പിന്നെ പ്ലമ്മിൻ്റെത് യൂസ് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഗേൾസിന് മാത്രം കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റുട്ടീനൊന്നുമല്ല. ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ്. ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ളൊരു ഫേസ് വാഷ്
ചൂസ് ചെയ്യുക, പിന്നെ ഒരു ടോണർ ചൂസ് ചെയ്യുക, പിന്നെ ഒരു സെറം ചൂസ് ചെയ്യുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു സൺസ്ക്രീൻ. ഇത്രയും മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ കാശ് കൊടുത്ത് നമ്മളൊരു നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ വെറുതെ കാശ് കൊടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ടോണർ വാങ്ങിക്കേണ്ട കാര്യമില്ല. റോസ് വാട്ടർ യൂസ് ചെയ്താലും മതി. അപ്പം മെയിനായിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്യുക. ഇപ്പോൾ അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പം അത് എത്രത്തോളം മറ്റൊരാൾക്ക് വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.